ഇൻഫോടെക് കളക്റ്റീവിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളം ടീച്ചേഴ്സിന് വളരെ പ്രയോജനപ്രദമായ ഒന്നാണ് ശബ്ദധാരാവലി. ശബ്ദധാരാവലിയുടെ ഓൺലൈൻ വേർഷൻ എങ്ങനെ നമ്മുടെ മൊബൈലിലൂടെ ആക്സസ് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഗൂഗിൾ ക്രോം തുറന്ന് ശബ്ദധാരാവലി എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ചെയ്യുക. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ശബ്ദധാരാവലി തുറക്കുക. നിഘണ്ടു എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ശബ്ദധാരാവലിയുടെ ആദ്യ പേജിലെത്താം. ഓരോ അക്ഷരവും ഓരോ പേജായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. മുകൾ ഭാഗത്തുള്ള ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പേജുകളിലേക്ക് പോകാവുന്നതാണ്. അർത്ഥമറിയേണ്ട വാക്ക് കിട്ടാനായി താഴേക്ക് സ്ക്രോൾ ചെയ്യുക. പേജിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകാൻ ഈ പച്ച നിറമുള്ള ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യുക. നമുക്ക് അർത്ഥമറിയേണ്ട വാക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാനായി ഒരു എളുപ്പവഴിയുണ്ട്. മുകളിൽ വലതുഭാഗത്ത് കാണുന്ന ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് ഫൈൻഡ് ഇൻ പേജ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അർത്ഥമറിയേണ്ട വാക്ക് പൂർണ്ണമായോ ഭാഗികമായോ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. ടൈപ്പ് ചെയ്ത അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകൾ ഹൈലൈറ്റ് ചെയ്ത് കാണപ്പെടും. നമുക്ക് ആവശ്യമായ വാക്ക് കണ്ടുപിടിക്കുന്നതിനായി ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇങ്ങനെ നമുക്ക് ആവശ്യമായ വാക്ക് ഫൈൻഡ് ഇൻ പേജ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ്. മലയാളം നിഘണ്ടു എന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഹോം പേജിലേക്ക് പോകാം. ഓരോ തവണയും ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്ത് ശബ്ദധാരാവലിയിലേക്ക് പ്രവേശിക്കുന്നതിന് പകരം അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ സേവ് ചെയ്ത് വയ്ക്കാം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ടു ഹോം സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ കൂടി ആഡ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ലിങ്ക് മൊബൈലിൻ്റെ ഹോം സ്ക്രീനിൽ സേവ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആ ലിങ്ക് തുറന്ന് ശബ്ദധാരാവലിയിലേക്ക് നേരിട്ട് പ്രവേശിക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമായ ഏത് വെബ് പേജിൻ്റെയും ലിങ്ക് നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അവയെല്ലാം നേരിട്ട് തുറന്നു നോക്കാവുന്നതാണ്. ഒരു വെബ് പേജിൻ്റെ ലിങ്ക് ഒരു ഷോർട്ട് കട്ടായി എങ്ങനെ നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്യാമെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.